സ്നേഹമുള്ളവരെ, ഇത് ഉയർപ്പിൻ്റെ 5-ാം ഞായറാഴ്ചയാണ്. ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ്. നമുക്ക് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് വരുമ്പോൾ ആദ്യമായി ഇതിൻ്റെ ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ മാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഈശോ 72 ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിന് അയക്കുന്നതാണ് ഇതിൻ്റെ പശ്ചാത്തലം. യഹൂദരുടെ കൂടാര തിരുനാളിനോടനുബന്ധിച്ചാണ് ഇത് നടക്കുന്നത്. ചിലയിടങ്ങളിൽ 70 എന്ന് കാണുന്നുണ്ട്. 72 അല്ലെങ്കിൽ 70 എന്നുള്ളതാണ് സംഖ്യ. ഈ ശിഷ്യന്മാരിൽ ഈശോയുടെ 12 ശ്ലീഹന്മാരും ഉൾപ്പെട്ടിരിക്കാം. ഈശോയുടെ ശിഷ്യഗണം വർദ്ധിച്ചിരുന്നു. ഈശോ അതുകൊണ്ട് തൻ്റെ പ്രേക്ഷിത ദൗത്യം ഗലീലയിൽ നിന്ന് യൂദയയിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 72 പേരെ അയക്കുന്നത്. 72 പേരെ അയക്കുന്നത് യൂദയയിലേക്കും ട്രാൻസ് ജോർദാനിലേക്കുമാണ്. ഈ ദൗത്യം 15 ദിവസം നീണ്ടു നിന്നിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് 72 പേരും ആത്മാവിൽ സന്തോഷിച്ച് തിരിച്ചെത്തുന്നത്. ഇനി ഇവിടെ മറ്റൊരു വ്യാഖ്യാനം പറയുന്നത് ഇതാണ്: ഈ സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് അപ്പസ്തോലന്മാരെ അയക്കുന്നത് ലൂക്കാ സുവിശേഷൻ വിവരിക്കുന്നുണ്ട്. അവിടെ അവർക്ക് അധികാരം നൽകി അയച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. ഇവിടെ പക്ഷെ പ്രത്യേകമായി ആ ഭാഗം മറ്റ് സുവിശേഷങ്ങളിലുമുണ്ട്. ഇവിടെ പ്രത്യേകമായി 2 പേരെ വീതം തിരഞ്ഞെടുത്ത് അയച്ചു എന്നാണ് പറയുന്നത്. 72 പേരെയും 2 പേരുടെ ഗണമായിട്ടാണ് അയച്ചത്. അതുകൊണ്ട് തന്നെ ഇത് ലൂക്കായുടെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു വിവരണമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഈശോ വിജാതീയ ഭാഗങ്ങളിലേക്ക് സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് സഭയുടെ സുവിശേഷ പ്രഘോഷണം വിജാതീയരിലേക്ക് നൽകപ്പെട്ടതിൻ്റെ മുൻകൂട്ടിയുള്ള ഒരു സൂചനയാണ് ഈ സുവിശേഷ ഭാഗം എന്ന് പറയുന്നുണ്ട്. ഇവിടെ 2 പേരെ വെച്ച് അയക്കുക എന്നുള്ളത് ലൂക്കായുടെ മാത്രം പ്രത്യേകതയാണ്. നമ്മൾ കാണുന്നുണ്ട് എമ്മാവുസിലേക്ക് പോയ 2 ശിഷ്യന്മാർ, അത് ലൂക്കായുടെ വിവരണമാണ്. അതുപോലെ നടപടി പുസ്തകത്തിൽ ബർണബാസും പൗലോസും, തീസ്തോസും പൗലോസും, അപ്പോൾ ഈ 2 പേരുടെ ഗണം ആ തരത്തിൽ. അപ്പോൾ വിജാതീയരുടെ ഇടയിൽ സുവിശേഷ പ്രഘോഷണം എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതിൻ്റെ ഒരു മാതൃകയായിട്ട് ഈ സുവിശേഷ ഭാഗം അവതരിപ്പിക്കപ്പെടുകയാണ്. പിന്നെ ഇവിടെ നൽകപ്പെടുന്ന ഈ നമ്പർ, ഈ സംഖ്യ 70 അല്ലെങ്കിൽ 72 എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. 72 എന്നത് യഹൂദ ചിന്ത പ്രകാരം ഇസ്രായേൽ ദേശത്തിന്, യഹൂദ രാജ്യത്തിന് പുറത്തുള്ള വിജാതീയരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന 72 രാജ്യങ്ങളിലായിട്ടാണ് എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് വിജാതീയരിലേക്കുള്ള സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ 72 എന്ന സംഖ്യ വരുന്നത് അതുകൊണ്ടാണ്. കൂടാതെ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 1 മുതൽ തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, നോഹിൻ്റെ മക്കൾ ഷേം, ഹാം, യാഫത്ത്, ഇവർക്ക് 72 മക്കളായിരുന്നു. അവരിൽ നിന്നാണ് പിന്നെ വിജാതീയ സമൂഹങ്ങൾ ഉടലെടുക്കുന്നത്. ഇനി 70 എന്ന സംഖ്യ നമ്മൾ ധ്യാനിച്ചാൽ അതിനും പ്രാധാന്യമുണ്ട്. മോശയെ സഹായിക്കാനായിട്ട് പുറപ്പാടിൻ്റെ പുസ്തകം 24-ാം അധ്യായം നമ്മൾ കാണുന്നു 70 ശ്രേഷ്ഠന്മാരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ആദ്യ ഭാഗത്ത് കാണുന്നുണ്ട് ഈശോ താൻ പോകാനിരുന്ന സ്ഥലങ്ങളിലേക്ക് ഇവരെ അയച്ചു എന്നാണ്. അതായത് മോശയെ 70 പേർ സഹായിച്ചതുപോലെ, മോശയുടെ ദൗത്യം ഈ 70 പേർ നിർവഹിച്ചതുപോലെ ഈശോ ചെയ്യേണ്ടിയിരിക്കുന്ന ദൗത്യം ഈ 70 പേര് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ 70-ഉം 72-ഉം എന്നുള്ള വ്യാഖ്യാനങ്ങൾക്ക് അങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഘടനാപരമായ വ്യാഖ്യാനത്തിലേക്ക് വരാം. ഈ ഭാഗം പ്രിയപ്പെട്ടവരെ ഒന്നാം തരം ഒരു മാനേജ്മെൻറ്റ് പാഠം കൂടെയാണ്. എങ്ങനെയാണ് ഒരാളെ തിരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെയാണ് അയക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്, എങ്ങനെ ഒരാളെ അപ്പോയിൻ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള മനോഹരമായ പാഠമാണ്. ആദ്യമേ തന്നെ അയക്കുന്നയാൾ ഈ ദൗത്യത്തെക്കുറിച്ച് പൂർണ്ണ ബോധമുള്ളവനാകണം എന്നുള്ളതാണ്. ഇവിടെ ഈശോ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറയുകയാണ്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ അയക്കുന്നു.
ഇവിടെ ഓഡിയൻസ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആരുടെ അടുത്തേക്കാണ് അയക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അയക്കപ്പെടുന്നവരോട് പറയുകയാണ്. അവരുടെ സ്വഭാവം എന്ത് എന്ന് പറയുകയാണ്. നിങ്ങളെങ്ങനെ ആയിരിക്കണമെന്ന് പറയാണ്. രണ്ടാമത് ഇവരുടെ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നു. 3 ദൗത്യങ്ങളാണ്. ചെല്ലുമ്പോഴേ സമാധാനം ആശംസിക്കണം. 2, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയണം. 3, രോഗികളെ സുഖപ്പെടുത്തണം. ഇതാണ് അവരുടെ ദൗത്യം. വ്യക്തമായിട്ട് ആ ദൗത്യത്തെക്കുറിച്ച് പറയാണ്. പിന്നീട് പറയുന്നത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത് പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വടിയോ ഭാണ്ഡങ്ങളോ കരുതരുത്. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാണ്. എന്നാൽ നിങ്ങളെ സ്വീകരിക്കുന്നവരുടെ കൂടെ നിങ്ങൾ താമസിക്കണം. അവരുടെ കൂടെ നിങ്ങൾ ഭക്ഷണം കഴിക്കണം. എന്നിട്ട് പറയുന്നു വേലക്കാരൻ കൂലിക്ക് അർഹനാണല്ലോ. അപ്പോൾ ഈ തരത്തിൽ നോക്കുക, അങ്ങനെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധവൽക്കരിച്ച് വിട്ടതിനാൽ തിരിച്ചവർ സന്തോഷത്തോടെ വരികയാണ്. എന്നിട്ട് പറയുന്നു ഞങ്ങൾ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ ഈശോ പറയുന്നു നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. അപ്പോൾ ഒരു ദൗത്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ആ തരത്തിൽ നൽകപ്പെട്ടാൽ ആ അയക്കപ്പെടുന്ന ഒരു ദൗത്യം ഏറ്റെടുക്കുന്ന ഒരു പൂർണ്ണ വിജയമായിരിക്കും എന്നാണ്. നമ്മൾ ആരെങ്കിലും ഒക്കെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു സൺഡേ സ്കൂൾ അധ്യാപകനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത്, പള്ളിയിൽ ഒരു ദേവാലയ ശുശ്രൂഷയെ തിരഞ്ഞെടുക്കുക, എന്തിനൊരു സ്കൂൾ ടീച്ചറെ പോലും തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. എന്താണ് ദൗത്യം, എന്തിനാണ് നിയോഗിച്ചിരിക്കുന്നത്, ഇത് പലപ്പോഴും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ മറന്നു പോകുന്നു. അതുകൊണ്ട് അവരുടെ രംഗങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ലാതെ വേറെ കാര്യങ്ങൾ ചെയ്യും, അതിനോപ്പോസിറ്റായിട്ട് ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ടല്ലോ. അതായത് നമ്മുടെ പല അധ്യാപകരും ഈ സഭയെയും കാര്യങ്ങളെയും എല്ലാം വിമർശിക്കുന്നവരായിട്ട് മാറുന്നു. അതിൻ്റെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്, നമ്മൾ യഥാർത്ഥത്തിൽ എന്തിനാണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്നും ഏത് ദൗത്യങ്ങളാണ് നിർവഹിക്കുന്നതെന്നും ഒക്കെ നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ മറ്റ് പ്രായോഗിക പാഠങ്ങളിലേക്ക് വന്നാൽ ഒന്നാമത്തെ കാര്യം ഇതാണ്. ഈശോ പറയുന്നു ചെല്ലുന്നിടത്തെല്ലാം സമാധാനം ആശംസിക്കണം. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവീയതയുടെ ഏറ്റവും അടിസ്ഥാനമായ ഒരു കാര്യമാണ് സമാധാനം. വിശുദ്ധ കുർബാനയിൽ എത്ര പ്രാവശ്യമാണ് സമാധാനം നിങ്ങളോടുകൂടെ. ഞാൻ ഓർക്കുന്നത് കേരള നിയമസഭയിൽ അദ്ദേഹത്തെ ആ തരത്തിൽ വെള്ളപൂശി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഗണേഷ് കുമാർ ഒരിക്കൽ എഴുന്നേറ്റ് നിന്ന് നിയമസഭയിൽ പ്രസംഗിച്ചാണ് മന്ത്രി. അദ്ദേഹം പറഞ്ഞു ക്രൈസ്തവർ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ സമാധാനമാണ്, അവിടെ ധൈര്യപൂർവ്വം നമുക്ക് പോകാം എന്ന് ഒരിക്കൽ പറഞ്ഞത് നമ്മൾ ഓർക്കുക. പക്ഷെ ഇന്ന് അതെല്ലാം മാറിപ്പോവുകയാണ്. അസമാധാനത്തിൻ്റെ കൂടാരങ്ങളായിട്ട് നമ്മൾ മാറുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ വല്ലാതെ മനസ്സിനെ സങ്കടപ്പെടുത്തി. ഭയങ്കരമായിട്ടുള്ള മനസ്സിൽ വിഷമത നിറച്ചതാണ്. അതായത് ഒരു 9-10 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അതിങ്ങനെ ചാച്ചാ എന്ന് പറഞ്ഞ് അലറിക്കരയാണ്. വെട്ടുകത്തി പിടിച്ചുകൊണ്ട് നിന്നെ വെട്ടിക്കൊല്ലുമടി എന്ന് പറഞ്ഞ് ഇവളുടെ അപ്പൻ ഈ വെട്ടുകത്തി ഉയർത്തി നിൽക്കുന്ന ഒരു വീഡിയോ. നമുക്ക് ആദ്യം നമ്മളിത് പിന്നീട് നമ്മൾ കാണുന്നത് അതിൻ്റെ ഭിത്തിയിൽ മാതാവിൻ്റെ രൂപം കിടപ്പുണ്ട്. നോക്കുക, എത്ര ബീഭത്സമായ രംഗമാണ്. ആ കുഞ്ഞ് അലറി വിളിക്കുക, ചാച്ചാ ചാച്ചാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന അസമാധാനത്തിൻ്റെ കൂടാരങ്ങളായി എങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ മാറുന്നു. ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു പയ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗീതമ്മ എന്ന് പറയുന്ന അവൻ്റെ പ്രിയപ്പെട്ട അമ്മയെ അവൻ കഴുത്തറുത്ത് കൊന്നു. പോകുന്ന വഴി പറയാണ് എൻ്റെ അപ്പനെയും കൂടെ കൊല്ലാൻ എനിക്ക് പ്ലാൻ ഉണ്ടെന്ന് അവൻ പറയാണ്. നോക്കുക, എത്രയോ ഭീകരമായ രംഗങ്ങൾ. ഇടുക്കിയിൽ ഒരിടത്ത് ഇളയ ആളാണ് അമ്മയെയും മൂത്ത സഹോദരനെയും കൊന്നു കുഴിച്ചു മൂടി. എന്നിട്ട് അവിടെ സമീപവാസികൾ സംശയം തോന്നി വരുമ്പോഴാണ് ഇത് എങ്ങനെയാണ് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ ഇത്ര ഭീകരമായ കൊലപാതകങ്ങളും ഈ പറയുന്ന രംഗങ്ങളിലേക്ക് പോകുന്ന അസമാധാനത്തിൻ്റെ അക്രമത്തിൻ്റെ ഇടങ്ങളായി മാറുന്നത് എങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ കാലത്ത് ഗൗരവതരമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ മെസ്സേജ് എന്ന് പറയുന്ന ഒരിക്കലും ഹിംസയല്ല, സമാധാനമാണ്, ശാന്തിയാണ്. ലോകം കേട്ട ഏറ്റവും വലിയ പ്രത്യാശയുടെ സന്ദേശമാണ് ഉയിർപ്പ്. എല്ലാ നിരാശകളിൽ നിന്ന് നീ ഉയർത്തെഴുന്നേക്കുമെന്നുള്ളത് സുവിശേഷത്തോളം ഏറ്റവും വലിയ മോട്ടിവേഷൻ, ഇതിനേക്കാൾ കൂടുതലൊരു മോട്ടിവേഷണൽ
പുസ്തകം ലോകത്ത് നമുക്ക് കാണാൻ പറ്റുമോ? എത്രയോ മനുഷ്യരെ സാന്ത്വനപ്പെടുന്നു. ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കൂ, ഞാനാണ്. ഏത് ഏത് മതഗ്രന്ഥങ്ങളിലാണ്, ഏത് പ്രത്യയശാസ്ത്രങ്ങളിലാണ് ഇതുപോലെ ബലപ്പെടുത്തുന്ന ചിന്തകളുള്ളത്? എന്നിട്ട് എന്തുകൊണ്ട് ക്രിസ്ത്യാനി ഈ തരത്തിലാവും? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ മറ്റേതോ തരത്തിലുള്ള ആശയങ്ങൾ ക്രൈസ്തവ കുടുംബങ്ങളിലേക്ക് കയറി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സൂചന. ക്രൈസ്തവ മെസ്സേജിനെ മറ്റെന്തൊക്കെയോ ആശയങ്ങൾ മുക്കിക്കളയുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചില സിനിമകളിൽ എനിക്ക് പിതാവെ എനിക്ക് പുതിയ നിയമമല്ല പഴയ നിയമമാണ് ഇഷ്ടമെന്ന് പറയുന്ന ഡയലോഗിന് കൈയടിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നില്ലേ? സിനിമ തിയേറ്ററുകളിൽ നമ്മുടെ ചെറുപ്പക്കാർ കൈയടിക്കുകയില്ലേ? മാർക്കോ എന്ന് പറയുന്നതൊക്കെ സിനിമയൊക്കെ ഏറ്റവും വലിയ ക്രൂരന്മാരായി ക്രിസ്ത്യാനിയായ നായകനും വില്ലനായിട്ടുള്ള നായകൻ, അതുപോലെ ആ വില്ലനും ക്രിസ്ത്യാനിയാണ്. ഇവരെല്ലാം ക്രൂരതയുടെ ആ സിനിമയുടെ ടാഗ്ലൈൻ തന്നെ നമ്മളെ ഭയപ്പെടുന്നത് ദ മോസ്റ്റ് വയലന്റ് ഫിലിം ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു. ഇതൊക്കെ അതുപോലെ എന്തിന് തുടരുമെന്ന് പറഞ്ഞ് ഒത്തിരി വാഴ്ത്തപ്പെട്ട ആ സിനിമ പോലും രണ്ട് ക്രൈസ്തവരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഏറ്റവും നീചന്മാരും അക്രമികളും ഒക്കെ ആയിട്ട് ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ക്രൈസ്തവ മെസ്സേജിന് നേരെ വിപരീതമായിട്ടുള്ള മെസ്സേജുകൾ നൽകി ക്രൈസ്തവരുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അവതരിപ്പിച്ച് അത് നമ്മുടെ യുവജനങ്ങളിലേക്കും ഒക്കെ പടർന്ന് ലഹരിക്കുമൊക്കെ അടിമകളായിട്ട് അങ്ങനെ ഏറ്റവും വലിയ ഭീകരരായിട്ട് അങ്ങനെ നമ്മുടെ ആളുകൾ മാറുന്നത്, അതിനെക്കുറിച്ച് ഗൗരവതരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ സമാധാനം എന്ന് ആശംസിക്കുക, സമാധാനത്തിൻ്റെ ഇടങ്ങളായിട്ട് മാറുക. ആദിമ കാലഘട്ടത്തിലൊക്കെ ക്രൈസ്തവ കുടുംബങ്ങളെ നോക്കിയിട്ടാണ് മറ്റുള്ളവർ എത്രയോ ഇത് ഭൂമിയിലെ സ്വർഗമാണെന്ന് പറഞ്ഞാണ് വന്നത്. ഇപ്പൊ നോക്കുക, ഈ തരത്തിൽ മാറുന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവതരമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇടവകളിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും നമ്മുടെ സംഘടനകൾ ഇടപെടുകയും ചെയ്യേണ്ട ഒരു സന്ദർഭമാണിത്. നമ്മൾ ഓർക്കുക, നമ്മുടെ അസമാധാനം ഉണ്ടാക്കുന്നത് ഈ കഴിഞ്ഞ ഇടയ്ക്കല്ലേ നന്ദഗോവിന്ദം ഭജന, ഭജൻകാര് ക്രൈസ്തവ ഗാനം, അത് ക്ഷേത്രവളപ്പിൽ പോലുമല്ല, അപ്പോൾ അത് പാടിയതിനെ കുറിച്ച് തീവ്ര ഹിന്ദുത്വ സ്വഭാവക്കാർ എന്തെല്ലാം അസമാധാനങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം ഈ കാലത്ത് കൂടുതൽ കൂടുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. അത് ക്രൈസ്തവമായിട്ടുള്ള ആ ശ്രേഷ്ഠമായിട്ടുള്ള ആ സംസ്കാരത്തെ, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട കാലഘട്ടമാണിത്. രണ്ടാമത് പ്രായോഗിക ചിന്ത ഇതാണ് പ്രിയപ്പെട്ടവരെ, ഈശോ പോകാനിരുന്ന സ്ഥലത്തേക്കാണ് ഇവരെ അയക്കുന്നത്. അതായത് ഈശോയെ ഇവര് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതായത് നമ്മൾ ഈശോയെ എവിടെയൊക്കെ അവതരിപ്പിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഈശോയെ അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നത് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു മതാധ്യാപകനോട് ചോദിക്കുകയാണ്, അതായത് ഈശോ ജീവിച്ചിരുന്നു എന്നതിന് തെളിവെവിടെ എന്ന് ചോദിക്കുകയാണ്. നോക്കുക, അപ്പോൾ ആ മതാധ്യാപകൻ തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സീസർ ജീവിച്ചിരുന്നതിൻ്റെ തെളിവ് കാണിക്കാൻ പറ്റുമോ? അരിസ്റ്റോട്ടിൽ ജീവിച്ചിരുന്നതിൻ്റെ കാണിക്കാൻ പറ്റുമോ? അലക്സാണ്ടർ ചക്രവർത്തി ജീവിച്ചിരിക്കുന്നതിൻ്റെ തെളിവ് എവിടെയാണ് കാണിക്കാൻ പറ്റുന്നത്? അതിനേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിലാണ്, അതായത് ആ കാലഘട്ടത്തിൽ നേരിട്ട് കണ്ടവർ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നോക്കുക, എത്രയോ വിവരമില്ലാത്തവരായിട്ട് നമ്മുടെ യുവജനങ്ങൾ അധപതിച്ചു പോവുകയാണ്. ഈ ലോക ചരിത്രം തന്നെ സൃഷ്ടിക്കപ്പെട്ടത് അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ടത് ഈ 2026 മെയ് മാസം 3-ാം തീയതി എന്ന് പറയുന്നത് പോലും ഈശോയുടെ ജനനത്തെ അടിസ്ഥാനപ്പെടുത്തി നിശ്ചയിക്കപ്പെട്ട സമയക്രമമാണ്. ഈ കലണ്ടർ പോലും അത് ഗ്രിഗറി മാർപ്പാപ്പ ഉണ്ടാക്കിയ കലണ്ടറാണ്, ഗ്രിഗോറിയൻ കലണ്ടർ. ഇതിൻ്റെ എല്ലാം കേന്ദ്രം ഈശോയുടെ ജനനമാണ്. ചരിത്രത്തിൽ ഏറ്റവും സുനിശ്ചിതമായിട്ടുള്ള യാഥാർത്ഥ്യം അതൊക്കെ നമ്മൾ വല്ലാതെ തരത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിട്ട് മാറുകയാണ്. യാതൊരു ബോധ്യവുമില്ലാത്ത ഈശോയെ അവതരിപ്പിക്കുന്ന മടി കാണിക്കുന്ന ഒരു സമയത്ത് ഓർക്കുകയാണ്, ഒരു കത്തോലിക്ക കോളേജിലെ ഒരു അധ്യാപകൻ പ്രൊഫസർ വന്ന് ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം ബുദ്ധനെ കുറിച്ച് പറയുന്നു, ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നു, പറഞ്ഞോട്ടെ എന്തെങ്കിലുമൊക്കെ, പക്ഷേ ഈശോയെ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല. നോക്കുക, ആ ക്ലാസ്സിൽ പറഞ്ഞില്ല. അപ്പോൾ ആരാണ് ഇതിൽ ഏറ്റവും ഈ ലോകത്തിനെ മുഴുവൻ ഗ്രസിക്കുന്ന
മനോഹരമായിട്ടുള്ള ഈ ലോകത്തിന് മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ലോകത്തെ മാറ്റിമറിച്ച ഏറ്റവും വലിയ സന്ദേശം ഈശോയെക്കുറിച്ച് പറയാതെ എങ്ങനെയാണ് ഒരു കത്തോലിക്ക അധ്യാപകന്, അതും ഒരു കത്തോലിക്ക സ്ഥാപനത്തിൽ വന്നിട്ട് മൈനോരിറ്റി റൈറ്റിന്റെ പേരിൽ അവകാശം കിട്ടിയ അധ്യാപകനായ ആൾക്ക് എവിടെയാണ് നമുക്ക് തകരാറുണ്ടാകുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയെ അവതരിപ്പിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. ഈശോയെ അവതരിപ്പിക്കുന്നതിൽ നമ്മുടെ യുവജനങ്ങളും നമ്മുടെ അധ്യാപകർ പോലും നമ്മൾ അതിനെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയും ഇല്ലാത്തവരായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഈ സുവിശേഷ ഭാഗം ആ തരത്തിലുള്ള ചിന്തകൾ നമുക്ക് തരുന്നു. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. Subscribe now and press the bell icon. Never miss an update.